ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ സംസാരിക്കേണ്ട നേരെ ഓപ്പോസിറ്റ് ആണ്. യദു ഒരു പാവം പിടിച്ച പയ്യനാണ്, എന്നെ പോലെ തന്നെ. അവൻ ചില സത്യങ്ങൾ ആർക്കും ഇഷ്ടാവില്ല, കുഴപ്പമില്ല. അപ്പൊ അല്ല, അവൻ പാവം പിടിച്ച പയ്യനാണ്. അവനൊരു ചെറിയ പ്രണയമൊക്കെ ഉണ്ടാവുന്നു. ആ പ്രണയം കൊണ്ട് അവന്റെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ച്, അവിടെ നിന്ന് അവൻ എങ്ങനെ ട്രാവൽ ചെയ്ത് മുമ്പോട്ട് പോകുന്നു എന്ന് പെട്ടെന്ന് പറയുമ്പോൾ അങ്ങനെ പറയാം. അതാണ് യദുവിനെ പറ്റി പറയുന്ന എൻ്റെ ഒരു കുഞ്ഞിക്കഥ. അപ്പൊ ചേട്ടൻ പറഞ്ഞ 7 കഥകളിൽ ഒരു കഥ. റിയൽ ലൈഫിലും പ്രണയിച്ചല്ലേ കല്യാണം കഴിച്ചേ? അല്ല, എല്ലാവരുടെയും തോട്ടം അങ്ങനെയാണ്. ഇല്ല, ഞങ്ങളുടെ അറേഞ്ച് മാരേജ് എല്ലാവരുടെയും തോട്ടം അങ്ങനെയാണ്. ഞാൻ അങ്ങനെ വിചാരിച്ചോണ്ടിരുന്നത്. അതെ അതെ അതെ. ഇവൻ അശ്വിനും ചോദിച്ചു. അശ്വിനൊക്കെ അറിയാം എന്റെ വൈഫിനെ. ഇവൻ അശ്വിൻ പോലും വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ പ്രണയിച്ചെന്നല്ല. ഞങ്ങൾ കണ്ടതിന് ശേഷം, കല്യാണം ആലോചിച്ചതിന് ശേഷം ഒരു ടൈം എടുത്തിരുന്നു. കൊറോണ കാര്യങ്ങളിൽ ആളുടെ അച്ഛൻ മരിക്കുകയുണ്ടായി. അങ്ങനെ പല റീസൺസ് കൊണ്ട് അങ്ങനെ. അപ്പൊ മേ ബി അതായിരിക്കാം അതൊരു പ്രണയമായിട്ടില്ല. അതെ, എന്നും പറയാൻ വേണ്ടി. അനന്യ ചേച്ചി എന്ത് പറയുന്നു? സുഖമായി. ഈ സിനിമ കണ്ടിരുന്നോ അതോ കാണിച്ചിരുന്നോ? ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വിളിച്ചില്ല, എന്നെ ആർക്കും വേണ്ട. അല്ല, പ്രിവ്യൂന് വിളിച്ച എങ്ങനെയാ? മെസ്സേജ് കാണാത്ത ആള് ഫോൺ കോൾസും കാണുന്നില്ലല്ലോ, തിരക്കല്ലേ? ആക്ച്വലി ഞാൻ ശരിക്കും പറയാൻ ഇങ്ങനെ ഇടയ്ക്ക് പ്രൊമോഷൻസിനൊക്കെ വിളിച്ചിട്ട് പോകുമ്പോൾ ഞാൻ പറയും എല്ലാവരുടെ അടുത്തും, ശരിക്കും ഞാൻ കാണാൻ ഭയങ്കരമായിട്ട് ഈഗർലി വെയിറ്റിംഗ് ആണ്. എൻ്റെ സിനിമ ആയതുകൊണ്ട് മാത്രമല്ല, വളരെ വൈകി ഒരു പ്രൊമോഷനിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് പ്രണയവും വിരഹവും എല്ലാം ഉൾപ്പെടുന്ന കുറേ പല സീക്വൻസുകളാണ് ഈ സിനിമ ഒത്തുചേർക്കുന്നത്, ഒരു മാല പോലെ. ഈ മാലയിലെ മറ്റുള്ള മുത്തുകളെ കാണാൻ വേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ്. ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ മുത്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ മാലയിലെ. ആ മുത്തിന്റെ പേരെന്താ? ഓക്കെ, ആ മുത്തിന്റെ പേര് അത് പറയാം. എന്റെ സിനിമയുടെ പേരാണ്. സിനിമയിലെ പേരിന്റെ പേരെന്താ? പേരിന്റെ പേര് അമ്മു. ഞാൻ മറന്നുപോയി. അല്ല, ശരിക്കും ചേച്ചിയുടെ പേരും ഏകദേശം അങ്ങനെയല്ലേ? എന്താ വിളിക്കുന്നത് ആളെ? എന്റെ ചേച്ചിനെ അല്ല, ഹസ്ബൻഡ് വൈഫിനെ മൊത്തം തെറ്റാണല്ലോ. വൈഫിനെ എന്താ വിളിക്കുന്നത്? വൈഫിനെ ഞാൻ മാധു. അതെ, അമ്മു മാധു. അങ്ങനെ വളരെ അടുത്താണ്. അമ്മു മാധു ഏകദേശം വളരെ സെയിം ആണല്ലോ. കൊച്ചുകളി, അത് മനസ്സിലാക്കി. ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ബിസിനസ് കൊണ്ട് കുഴപ്പമില്ലാണ്ട് പോണു. സിനിമ ഇങ്ങനെ ചാൻസ് ചോദിച്ച് ഇങ്ങനെ തന്നെ നടക്കുമ്പോൾ കഞ്ഞി കുടിക്കാനായിട്ട് ചെയ്യുന്നതാണ് ബിസിനസ്. അതാണ് ഞാൻ ഒരു ബിസിനസ്സുകാരനൊന്നും അല്ല. നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ അറിയില്ല. പല ബിസിനസ് ചെയ്ത് പൈസ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നു, ഇടയ്ക്ക് കിട്ടുന്നു. ഇങ്ങനെയാണ് ജീവിതം പോകുന്നത്. പക്ഷെ സിനിമ ഒന്ന് സെറ്റ് ആവുന്നവരെ ഈ സിനിമ കൊണ്ട് എന്റെ എല്ലാ ബിസിനസ്സും എനിക്ക് സൈഡാക്കണം. ഇല്ലെങ്കിൽ ഇനിയും പൈസ പോകും. എല്ലാ ബിസിനസ്സും സൈഡാക്കണം. അത് ശരിക്കും പാട്ടാണോ അഭിനയാണോ എന്ന് ചോദിച്ചാൽ ഏത് ചൂസ് ചെയ്യും? അഭിനയിച്ച് പാടിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. പാട്ടുപാടി അഭിനയിക്കുന്നതാണ് എനിക്കിഷ്ടം. പാട്ടുപാടി അഭിനയിച്ചോട്ടെ ചോദിച്ചിട്ടില്ല സാറിനോട്. പിന്നെ ചേട്ടനോട് ചോദിച്ചു. അതുപോലെ തന്നെ ചേട്ടൻ മൈൻഡ് ചെയ്തില്ല. അത് നിനക്കിപ്പോ റോൾ വന്നിട്ടുണ്ടെങ്കിലും വരിക ചേടാ എന്ന് പറഞ്ഞ ആട്ടി വിട്ടു. ഞാനത് കാര്യമാക്കില്ല. അതിനുശേഷം ഞാൻ ഡയറക്ടറിനോട് ചോദിച്ചു. പറഞ്ഞു, എടാ എന്റെ ആദ്യത്തെ പടം ഞാൻ നല്ല പിള്ളേരെ വെച്ച് പാടിച്ചോട്ടെ എന്ന് പറഞ്ഞ ഹരിചരണും ഇവര് നിങ്ങളുടെ പാട്ട് മുമ്പേ കേട്ടിട്ടുണ്ട്. അതാ അർജുൻ പക്ഷെ നല്ല പാട്ടുകാരനാണ്. ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വെറുതെ അല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചേട്ടനോട് എനിക്ക് എന്തും ചോദിക്കാം. കാരണം ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത് ഒരു 10 വർഷം മുന്നേ സിനിമ ആഗ്രഹിച്ച് തുടങ്ങിയ എന്റെ സമയത്ത് 2014 ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടാണ്. അന്ന് തൊട്ട് തുടങ്ങിയതാ ഞങ്ങളുടെ സ്ട്രഗിൾ ലൈഫ്. അല്ല, ആ ഷോർട്ട് ഫിലിം കൊണ്ടല്ല കേട്ടോ. ആ ഷോർട്ട് ഫിലിം ഹിറ്റ് ആയിരുന്നു. ഒരു 2-3 മില്യൺ ഒക്കെ അന്ന് അടിച്ചു. ഏത് ഇത്രയും കാലത്ത് യൂട്യൂബ് ഒന്നും ഇല്ലാത്തല്ല. യൂട്യൂബ് ഉണ്ടായിരുന്നു, സെറ്റപ്പ് അല്ലാത്ത സമയത്ത്, ജിയോ ഇല്ലാത്ത സമയത്ത് അന്ന് 3 മില്യൺ അടിച്ചാണ് ഞങ്ങളൊക്കെ. പഴയ ആൾക്കാരാ. അല്ല, വേറൊരു കാര്യം കണ്ടുണ്ട്, വയസ്സും പ്രായമൊക്കെ ആയി വരുന്നു. അല്ല, അന്ന് ഞാൻ ചെയ്യുമ്പോ 18 വയസ്സ്, ഇന്ന് 28 വയസ്സ്. എത്ര? ഇന്ന് 18 വയസ്സ്. അന്ന് ചെയ്യുമ്പോ 18, ഇന്ന് 28 വയസ്സ്. 10 വർഷം മുന്നേ. കോളേജോടൊന്നും ചെയ്യാൻ പറ്റില്ല. ഏതാ വയസ്സ് ആസിഫിക്കൊക്കെയാണ് നമ്മുടെ ഒരു കുഞ്ഞൽദോ നിങ്ങൾ ഒരുമിച്ചല്ലേ ചെയ്ത്? അത് ചെയ്യുമ്പോ ആസിഫിക്ക് 30s ഒക്കെ ഉണ്ടല്ലോ, 30-32 ഒക്കെ ഉണ്ടല്ലോ.
അപ്പൊ ചെയ്യാൻ പറ്റും, ഒരു 2-3-4 വർഷം കൂടി വേഗം വരട്ടെ ഒരു college. ഇവിടെ കോളേജ് വേഷം ചെയ്യാൻ വേണ്ടിട്ട് കഷ്ടപ്പെട്ട് ഡയറ്റ് ചെയ്ത് വർക്കൗട്ട് ഒക്കെ ചെയ്ത് സെറ്റ് ആയിട്ടിരിക്കുന്നു. ആ ചേട്ടൻ അങ്ങനെ വല്ല പ്ലാനും ഉണ്ടോ ബോഡി മേക്ക് ഓവർ? ഇത് വരാത്ത കാരണമാണ് ഞാൻ മേക്ക് ഓവർ ചെയ്തത്. ഇതുപോലത്തെ ഒരെണ്ണം വന്നു നോക്കിയേ. ഏതെങ്കിലും ഡയറക്ടേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ മേക്ക് ഓവർ ചെയ്യാൻ റെഡിയാണ്. ഞാൻ റെഡിയാണ്, ഒന്ന് വിളിക്കൂ. അല്ല, കുഞ്ഞലത്തെ ചെയ്യുമ്പോ എനിക്ക് 74-73 കിലോ ഉണ്ടായിരുന്നു. അന്ന് മാത്തുക്കുട്ടി പറഞ്ഞത് ഇതിനകത്തേക്ക് എടുക്കണമെങ്കിൽ ഒരു റീസൺ ഞാനൊരു 8 കിലോ 7 കിലോ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ അന്നേ ഒരു 67-65 ഒക്കെ ആക്കിയിരുന്നു. സ്കൂളല്ലേ 11-12 ഒക്കെ കാണിക്കണേ ആസിക്കയുടെ കൂടെ ഒക്കെ ആദ്യം. ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ. അപ്പൊ അതിനു വേണ്ടി കുറയ്ക്കും. ഒരു 2 മാസമൊക്കെ മതിയല്ലോ. ഓരടാ സപ്പോർട്ട് ചെയ്യണ ഒരു പടം ഉറപ്പായിട്ടും അല്ലേ 3 മാസമെങ്കിലും വേണ്ട ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിട്ട്. അല്ല അങ്ങനെയല്ല, നമ്മൾ എടുക്കുന്ന ഇതനുസരിച്ചിരിക്കും. ഇപ്പൊ ഞാൻ അനുരാഗം എന്ന് പറയുന്ന പടത്തിന് ഞാൻ 21 ദിവസം കൊണ്ടാണ് ഞാൻ ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ്. അപ്പൊ നീ ഡയറ്റും വർക്കൗട്ടും ചെയ്തു? ഡയറ്റ്, വർക്കൗട്ട്, ഡാൻസ്. വർക്കൗട്ടൊക്കെ 3 തവണ ഡാൻസ്. അങ്ങനെ ഭയങ്കര ഹെൽത്തി അല്ല, പക്ഷെ അങ്ങനെ ചെയ്യേണ്ടി വന്ന സിറ്റുവേഷൻ വന്നിട്ട്. നേരെ കുറച്ച് ഹെൽത്തി ആയിട്ട് മാറണമെങ്കിൽ 3 months വേണം. 3 months ആണെങ്കിൽ ഒരു ഇതാണെങ്കിലും ഓക്കെയാണ്. ഈസി ഗോ. സർ, ഇതിനകത്ത് പോസ്റ്ററിൽ ശ്രദ്ധിക്കുമ്പോൾ ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാളെ കാണുന്നുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെയും കൂടെ ഡ്രീം ആയിരിക്കുമല്ലോ ഈ സിനിമ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ശരിക്കും അതിൻ്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ടോ? സിനിമയ്ക്കകത്ത് ഒരു സിനിമയിലെ ഒരു കഥാപാത്രമാണത്. അപ്പം ഒരു കഥയാണ്, അത് വേറൊരു മൂടം, അതൊരു ഫീൽ ഗുഡ് സംഭവമാണത്. ഇതിനകത്ത് പറഞ്ഞതുപോലെ പല ജോണറുകളാണ്. അപ്പം ആ ക്യാരക്ടർ ഈ സിനിമയായിട്ട് ബന്ധമോ കാര്യങ്ങളൊന്നുമില്ല. സിനിമയ്ക്കകത്ത് ഒരു കഥയാണ്. സിനിമയ്ക്കകത്ത് ഒരു കഥ മാത്രം. അദ്ദേഹത്തിന് ഫുൾ സിനിമയായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇല്ല. ഈ അശ്വിൻചാന്റെ സിനിമകളൊക്കെ ഞാൻ എടുക്കുമ്പോൾ അതിനകത്തൊക്കെ പ്രണയമുണ്ട്. ഒരു സിനിമയുടെ പേര് തന്നെ അനുരാഗം അങ്ങനെ ആണല്ലോ. ഈ ശരിക്കും റിയൽ ലൈഫിൽ പ്രണയം ഉള്ളത് കൊണ്ട് ഈ ഇത്തരം പ്രണയങ്ങൾ ചെയ്യാൻ എളുപ്പമായിരുന്നു. എനിക്ക് ആയിരിക്കും ചിലപ്പോ. എനിക്ക് അങ്ങനെ ഞാൻ കൂടുതൽ കാണുന്ന സിനിമകള് പ്രണയ സിനിമകളല്ല. ഞാൻ കൂടുതൽ എനിക്ക് കൊലപാതകമൊക്കെ ഭയങ്കര ഗോർ വയലൻസ് അല്ല, അല്ലാതെ എനിക്ക് ആക്ഷൻ മാസ് സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളാണ്. ആണല്ലേ? പക്ഷെ ഞാൻ ആലോചിക്കായിരുന്നു ഇപ്പുറത്ത് സിമിയുടെ ഇപ്പുറത്ത് ഇരിക്കണതേ മറ്റേ പഴയ കുണ്ടറ ജോണി ചേട്ടനൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് ചോദിച്ചാൽ ചേട്ടൻ ഇങ്ങനെ ലൈഫിൽ കൊലപാതകങ്ങളും ഇടിയൊക്കെ ഉണ്ടാക്കിയിട്ടാണോ ഇങ്ങനെ, അപ്പൊ എന്ത് ചോദിച്ചാണ് സിമി? ഒരു വില്ലനാണ് ഇപ്പുറത്തിരുത്തി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ പൊതുവെ ഉള്ളത്, ഈ വില്ലന്മാരായിട്ടുള്ള ആൾക്കാരുടെ മനസ്സ് ചെറുതാ, അവർ ഭയങ്കര അടിപൊളിയായിരിക്കും എന്ന് പറയുന്നത്, ക്രൂരന്മാരല്ലാന്ന് പറയും. അപ്പൊ എനിക്ക് അങ്ങനെ ചോദിക്കാലോ ചേട്ടാ, ഞാൻ പിടിച്ചു നിൽക്കും ചേട്ടാ. അല്ല, എനിക്ക് അങ്ങനത്തെ സിനിമയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ എനിക്ക് പ്രണയം, ലവ് എന്ന് പറയുന്ന ഇമോഷൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ അത് നമ്മൾക്ക് അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമോഷനാണ്. എനിക്ക് ഭാഗ്യത്തിന് എനിക്ക് അങ്ങനെ കുറെ അങ്ങനത്തെ ജോണറിലുള്ള സിനിമകൾ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ സിനിമയിലാണെങ്കിലും ഞങ്ങളുടെ രണ്ടുപേരുടെ ഇതിനകത്തെ ഒരു ലവ് സ്റ്റോറി ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതൊരു കൈൻഡ് ഓഫ് ചീസി ലവ് സ്റ്റോറി അല്ല, പക്ഷെ നമുക്കറിയാം ഇവര് നല്ല പേയേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര ബോണ്ടിങ് ഉണ്ടെന്ന് തോന്നുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പം എനിക്ക് അങ്ങനെ വരുന്നുണ്ട്, അങ്ങനത്തെ സിനിമകൾ കിട്ടുന്ന സന്തോഷമുള്ളൂ. പക്ഷെ ഞാൻ ഒരു ഭയങ്കര റൊമാൻറ്റിക് മൂവി ലവർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ കാണുന്ന എന്റെ നെറ്റ്ഫ്ലിക്സിലെ ഹിസ്റ്ററിയിലും ഇതിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കൂടുതലും ഫൈറ്റും അങ്ങനത്തെ ഒരു പരിപാടികളാണ് കൂടുതൽ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.